ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 14 നാളെ നമ്മൾ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കും. നമ്മൾ അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത വെളിപാടാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇപ്പോൾ മരിച്ച് മഞ്ചലിലാണ്, ശവമഞ്ചത്തിലാണ് അമ്മ കിടക്കുന്നത്. ഇന്നലെ മരിച്ചു, ഇന്ന് കഴിഞ്ഞു, നാളെ 3-ാം ദിവസം അമ്മയെ കൊണ്ടുപോകും. അതിന് ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ കേട്ടു. ഒരു വർഷം മുഴുവൻ ഊട്ടുശാലയിൽ സുഗന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധ രാജ്ഞിയുടെ ശരീരം പ്രദർശിപ്പിച്ച സുഗന്ധം. അത് പിന്നെ ജെറുസലേം വാസികളുടെ പാപമൂലമാണ് ആ സുഗന്ധം ഇല്ലാതായി പോയത്. അപ്പോൾ ഊട്ടുശാലയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും സമ്മേളിക്കുകയാണ് സ്ലീഹന്മാർ. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു. സ്വർഗീയ മാലാഖമാരുടെ സംഗീതം അവസാനിക്കുന്നത് വരെ കുറേ ശിഷ്യന്മാർ സ്വർഗരാജ്ഞിയുടെ കല്ലറ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയണം. കാരണം ഈ അത്ഭുതം എപ്പോഴാണ് അവസാനിക്കണേന്ന് അറിയണമല്ലോ. അങ്ങനെ കുറച്ച് പേര് അവിടെ കല്ലറയുടെ അടുത്തിരുന്നു. കുറേ പേര് വിശ്വാസികളെ വേദസത്യങ്ങൾ പഠിപ്പിക്കാനും മാമോദീസ നൽകാനായിട്ട് പോയി. മറ്റുള്ളവരൊക്കെ പോയി തിരിച്ചു വന്ന ഉടനടി കല്ലറയുടെ അടുത്തേക്ക് പോവും. അങ്ങനെ അവരെല്ലാവരും 3 ദിവസങ്ങളിൽ ഇടയ്ക്കിടെ കബറിടം സന്ദർശിക്കും. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും കൂടെ അവിടേക്ക് ചെന്നുകൊണ്ടിരുന്നു എന്നാണ് പറയണേ. അവരൊക്കെ ഇടയ്ക്ക് ഊട്ടുശാലയിൽ വന്ന ശേഷം ഉടൻ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിധി ഇതേ കല്ലറയിലാണ്, ഓടിയെത്തും കല്ലറയിലേക്ക്. പരിശുദ്ധ അമ്മയുടെ മഹത്വം സകല വിശുദ്ധരുടെയും മഹത്വത്തിന് മീതെയാണ് ഉയർന്നു നിൽക്കുന്നത്. അത് ഒരു ചക്രവർത്തിനി എങ്ങനെയാണോ സാധാരണ സാമന്തരാജ്യ അധികാരികളെക്കാൾ ഉയരത്തിലായിരിക്കുന്നത് പോലെ ഈ സത്യം നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. എന്നാൽ നശ്വര ജീവിതം നയിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. കർത്താവ് തൻ്റെ നിർമ്മലയായ മാതാവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് തൻ്റെ വലത്ത് ഭാഗത്തിരുത്തി. എല്ലാ സൃഷ്ടികളിലും വെച്ച് അവൾ മാത്രം മരണാനന്തര വിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവൾക്ക് പിതാവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വന്നിട്ടില്ല. അവൾ അമലോത്ഭവയാണ്. അത് പിതാവ് തന്നെയാണ് അവളെ അങ്ങനെ അമലോത്ഭവയാക്കിയത്. അതുകൊണ്ട് അവൾ മറ്റുള്ളവരോടൊപ്പം അന്ത്യവിധിക്കായിട്ട് നിൽക്കുന്നതിന് പകരം പുത്രൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടയായി. അവൾ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടപ്പോൾ ദൈവത്വത്തിൻ്റെ സൂര്യശോഭയണിഞ്ഞ് വിളങ്ങിയിരുന്നു. അത് സ്വർഗത്തിലെ സെറാഫുകളുടെ ശോഭയ്ക്ക് മേലെ തിളക്കമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ദർശനത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കുക സ്വർഗം മുഴുവൻ. അപ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നത് കേട്ടു. നിത്യനായ പിതാവേ, ഇതാ എൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ അമ്മ, നിൻ്റെ പ്രിയപുത്രി, പരിശുദ്ധാത്മാവിനാൽ പരിലാളിതയായ വധു. നാം മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവളുടെ യോഗ്യതകളുടെ പ്രതിഫലമായ കിരീടവും മഹത്വവും സ്വീകരിക്കാൻ അവളിതാ സന്നിഹിതയായിരിക്കുന്നു. ഇവളാണ് മുൾച്ചെടികൾക്കിടയിൽ വളർന്ന അനാഘ്രാണ കുസുമം. മറ്റൊരു യാതൊരു സൃഷ്ടിക്കും അവകാശമാക്കാനോ ആഗ്രഹിക്കാനോ പോലും സാധ്യമല്ലാത്ത ഉന്നത സിംഹാസനത്തിന് ഒരേയൊരു അവകാശിനി. നാം തിരഞ്ഞെടുത്ത ഒരേ ഒരു വ്യക്തി, ഒരേ ഒരുവളത്ര ഇവൾ. എല്ലാ സൃഷ്ടികളിൽ നിന്നും ഇവൾ വ്യതിരക്തയാണ്. ഇങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ പറയുകയാണ് സ്വർഗത്തിൽ. പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും നിത്യമായി ദൈവമഹത്വമണിയുകയും ചെയ്തതിൻ്റെ 3-ാം നാളിൽ കർത്താവ് തൻ്റെ തിരുഹിതം തൻ്റെ വിശുദ്ധരെ അറിയിച്ചു. അവൾ ആത്മശരീരങ്ങളോടെ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് കരയേറുകയും അപ്രകാരം ലോകാവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന പൊതുവായ ഉയർപ്പിനായി കാക്കാതെ ദൈവത്തോടൊപ്പം വാഴുകയും വേണം. പുത്രൻ്റെ ആഗ്രഹമാണ്, പിതാപുത്ര പവിത്രാമൻ്റെ ആഗ്രഹമാണ് പരിശുദ്ധ രാജ്ഞി ഇങ്ങനെയൊക്കെ ബഹുമാനിക്കപ്പെടണം എന്ന്. പ്രിയ സഹോദരങ്ങളെ, അമ്മയെ ഈശോ കൊണ്ടുവരാൻ വരുന്നതും
കിരീടധാരണവും നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. പരിശുദ്ധ അമ്മ ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന ഒരു വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ കുഞ്ഞാത്മാക്കൾക്ക് വേണ്ടി തന്ന സന്ദേശമാണത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള റഹേനിയിൽ പാവപ്പെട്ട ഒരു ആത്മാവിന് പരിശുദ്ധ ദൈവമാതാവ് കൊടുത്ത സന്ദേശങ്ങളാണ് ഇത്. കരുണയുടെ നാഥ എന്ന നാമധേയത്തിലാണ് ദൈവമാതാവ് അറിയപ്പെടണമെന്ന് പറഞ്ഞ് അങ്ങനെ കരുണയുടെ നാഥയായിട്ട് പരിശുദ്ധ അമ്മ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ. അങ്ങനെ അമ്മ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇത് കണ്ടിന്യൂസ് വായിക്കുന്നൊരു പുസ്തകമല്ല. അത് നമുക്ക് വിഷമം വരുമ്പോൾ അത് പ്രാർത്ഥിച്ച് നമ്മളെടുത്താൽ നമുക്ക് അതിനുള്ള സന്ദേശങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിൽ പരിശുദ്ധ അമ്മ ഈ ആത്മാവിനോട് പറയുന്നുണ്ട്, ഓഗസ്റ്റ് 22 നമുക്കറിയാം അമ്മയുടെ രാജ്ഞീപദ തിരുനാളാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അമ്മ ഈ ആത്മാവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നമ്മുടെ നാഥ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നാമത്തിന് സമർപ്പിക്കപ്പെടുന്ന ഒരു പുതിയ തിരുനാൾ, അതായത് ഈ രാജ്ഞീപദ തിരുനാൾ തന്നെ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന പേരിൽ അറിയാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതാണ്, ഈ രാജ്ഞീപദ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എന്ന് തൊട്ടൊരുങ്ങണം? സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം വൈകുന്നേരം ആരംഭിക്കണം. മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാൾ, ഒപ്പം നമ്മുടെ നാഥ കുടുംബത്തിൻ്റെ രാജ്ഞിയുടെ തിരുനാൾ കൂടിയാണ്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അതിനെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ജപമാല നൊവേന ചൊല്ലണം. എങ്ങനെയാണ് ഈ ജപമാല ചൊല്ലേണ്ടത്? വിശ്വാസപ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. അത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ മണികളിലെല്ലാം, അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന മണികളിലെല്ലാം, ഓ കന്യകയെ, എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ എന്ന് 3 പ്രാവശ്യം പറയണം. ആ വലിയ മണികളിൽ ഓ കന്യകയെ, എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ. ചെറിയ മണികളിൽ ചെല്ലേണ്ടത് 10 തവണ ചെല്ലേണ്ടത്, ഞങ്ങളുടെ നാഥയെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിന്നെ അവസാനം പരിശുദ്ധ രാജ്ഞി എന്ന ജപം ചൊല്ലി അവസാനിപ്പിക്കാം. സിമ്പിളായിട്ടുള്ളൊരു ജപമാല. അത് അമ്മയുടെ രാജ്ഞി പദത്തിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനകളാണ്. അപ്പോൾ അമ്മ സ്വർഗരാജ്ഞിയാണ്, ഭൂലോകരാജ്ഞിയാണ്. അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെയും കൂടി രാജ്ഞിയാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരം മുതൽ ഈ ഒരു ജപമാല, ഒരു കുഞ്ഞ് ജപമാല ചൊല്ലി ഒരുങ്ങാൻ നിങ്ങൾക്ക് മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുങ്ങാം. ഈ മാസം അമ്മയുടെ മാസം, മാതാവ് സ്വർഗാരോപണം ചെയ്യുന്നതും അതിനുശേഷം അമ്മയുടെ ബർത്ത്ഡേയും വരുന്നു. അതോടുകൂടി അമ്മയുടെ ഈ ഒരുക്കങ്ങൾ, അമ്മയുടെ ഈ ജീവിതമോർത്തുള്ള നമ്മുടെ ഒരുക്കങ്ങൾ സെപ്റ്റംബർ 8 കൂടി അത് അവസാനിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ എന്ന മഹാനഗരത്തെ ഓർക്കുകയാണ്, വാഗ്ദാന പേടകത്തെ. ആ പേടകം ഇപ്പം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ശവമഞ്ചം നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഇന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ജപമാല ചൊല്ലിയാൽ വലിയ അനുഗ്രഹമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നാളെ ഈശോ അമ്മയെ കൊണ്ടുവരാൻ വരുന്നതും അമ്മയുടെ ശരീരം കൊണ്ടുപോകുന്നതും അമ്മയുടെ രാജ്ഞി പദമായി അവരോധിക്കപ്പെടുന്നതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് അമ്മയുടെ മഞ്ചയുടെ അടുത്താണ് നമ്മൾ എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അരുണവർണ്ണത്താലങ്കൃതയായി അമ്പരതാലത്തിൽ എഴുന്നു നിൽപ്പൂ
മാലാഖവൃന്ദത്തിൻ അകമ്പടിയിൽ എഴുന്നള്ളുന്നു അമ്മ എഴുന്നള്ളുന്നു. മാതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ, മാതാവേ ദൈവമാതാവേ, സ്വർഗാരോപിത മാതാവേ, സ്വർലോകരാജ്ഞി ആനന്ദിക്കൂ, ഈ മക്കളിൽ നീ കൃപ ചൊരിയൂ. ജപമാല മണികളിലൂടെ ചരിക്കാൻ, ജപമാല മണികളിലൂടെ ചരിക്കാൻ അനുമതി ഇത് അനുദിനവുമി ഞങ്ങൾ കേകൂ. മാതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ, മാതാവേ ദൈവമാതാവേ, സ്വർഗാരോപിത മാതാവേ.